നമസ്കാരം. മഹാകുംഭമേളയിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ പെൺകുട്ടിയുടെ വിവാഹം തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. ഫർമാൻ ഖാൻ എന്ന യുവാവുമായിട്ടുള്ള പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത് തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഈ വിവാഹത്തിൽ പങ്കെടുത്തത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും രാജ്യസഭാ അംഗം A റഹീമും ഉൾപ്പെടെയായിരുന്നു. ഈ വിവാഹത്തിനെതിരെ പെൺകുട്ടിയുടെ പിതാവ് പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. അന്വേഷണത്തിലെ കണ്ടെത്തൽ പെൺകുട്ടിക്ക് വിവാഹപ്രായമായിട്ടില്ല എന്നതാണ്. ഇതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസും എടുത്തു. മധ്യപ്രദേശ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. News 18 ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മുത്തുമാലകൾ വിൽക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുട്ടി സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. ഇവർക്ക് പ്രായപൂർത്തിയായില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ ഗുരുതരമായ നിയമ നടപടികൾ ആരംഭിച്ചത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അഥവാ NCST നടത്തിയ അന്വേഷണത്തിലാണ് വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന വിവരം പുറത്തുവന്നത്. ഇതിനെ തുടർന്ന് മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം പ്രണയ വിവാഹമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ടത്. എന്നാൽ പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് പരാതി ഉയർന്നതോടെ NCST കേരളത്തിലും മധ്യപ്രദേശിലുമായി വിശദമായ അന്വേഷണം നടത്തി. അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. കുട്ടി മധ്യപ്രദേശിലെ പാർദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണെന്നും മഹേശ്വർ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ പ്രകാരം 2009 ഡിസംബർ 30 ജനിച്ചതെന്നും കണ്ടെത്തി. 2026 മാർച്ച് 11 കേരളത്തിൽ വിവാഹം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രമേ പെൺകുട്ടിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. വിവാഹം നടന്നത് കേരളത്തിലാണെന്നും പ്രായപൂർത്തിയായെന്ന് കാണിക്കാൻ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഈ വ്യാജരേഖ റദ്ദാക്കാൻ അധികൃതർ ഉത്തരവിട്ടു. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്തത്. വിവാഹം നടന്ന ക്ഷേത്രാധികൃതർ ദമ്പതികൾ നൽകിയ ആധാർ വിവരങ്ങളെയാണ് ആശ്രയിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. വധുവിന്റെ ഗോത്ര പശ്ചാത്തലം പരിഗണിച്ച് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത, SC/ST പീഡനവിരുദ്ധ നിയമം എന്നിവ പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ ചില സംഘടനകൾക്കോ വ്യക്തികൾക്കോ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22 ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന വാർത്ത പുറത്തുവന്നത് വിവാഹത്തെ പിന്തുണച്ചെത്തിയ CPM നേതാക്കൾക്കും വലിയ ആശങ്കയുണ്ടാക്കുന്നു. വീട്ടുകാർ പ്രണയബന്ധത്തെ എതിർത്തതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടിയെത്തിയത്. യുവാവുമായിട്ടുള്ള ബന്ധത്തോട് പെൺകുട്ടിയുടെ പിതാവടക്കമുള്ള ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പെൺകുട്ടിയെ മറ്റൊരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നതായിരുന്നു രക്ഷിതാക്കളുടെ ആവശ്യമെന്നും എന്നാൽ സ്റ്റേഷനിൽ ഹാജരായിരുന്ന സമയത്ത് 18 വയസ്സ് പൂർത്തിയായിരുന്നു എന്നായിരുന്നു ഇരുവരും അറിയിച്ചിരുന്നത്. അന്ന് ലഭ്യമായ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം പോലീസും സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ വിഷയം അന്ന് ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. തുടർന്ന് യുവതി കാമുകനൊപ്പം തന്നെ തിരിച്ചു പോവുകയായിരുന്നു. മഹാകുംഭമേളയ്ക്കിടെ സമൂഹമാധ്യമത്തിൽ ശ്രദ്ധേയായ പെൺകുട്ടി അടുത്തിടെയാണ് സിനിമയിലേക്ക് ചുവടുവെച്ചത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മറ്റുമായി പെൺകുട്ടി നേരത്തെ കേരളത്തിലും എത്തിയിരുന്നു. രാജ്യത്തെ മറ്റു പലയിടങ്ങളിലും തങ്ങളുടെ ബന്ധത്തിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാലാണ് കേരളം തിരഞ്ഞെടുത്തതെന്നായിരുന്നു വിവാഹ സമയത്ത് ഇരുവരും പ്രതികരിച്ചിരുന്നത്. 1.5 കൊല്ലത്തെ പ്രണയത്തിനൊടുവിലാണ് പെൺകുട്ടിയും യുവാവും വിവാഹിതരാകുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. ഇവരുടെ ബന്ധം വീട്ടുകാർ എതിർക്കുകയും മറ്റൊരാളുമായി പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇരുവരും കേരളത്തിലേക്ക് എത്താൻ തീരുമാനിക്കുന്നത്.